ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പലവട്ടം ശ്രമിച്ചിട്ടും പഴയ രീതിയിലേക്ക് തന്നെ നിങ്ങൾ തിരികെ പോകാറുണ്ട്. അതിന്റെ കാരണം പാറ്റേൺ ആണ്. ആ പാറ്റേൺ ഷിഫ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പറയുന്നത് ഇങ്ങനെയാണ്: പാറ്റേൺ ഷിഫ്റ്റ് റീഓർഡേഴ്സ് ഇന്നർ സ്ട്രക്ചർ ടു ക്രിയേറ്റ് ലാസ്റ്റിംഗ് ലൈഫ് ചേഞ്ച്. അപ്പൊ പാറ്റേൺ ഷിഫ്റ്റ് എന്നുള്ള അധ്യായത്തിൽ എന്തുകൊണ്ട് പാറ്റേൺ ഷിഫ്റ്റ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എന്തുകൊണ്ട് പല മാറ്റങ്ങളും നിലനിൽക്കുന്നില്ല, യഥാർത്ഥ മാറ്റം എവിടെയാണ് സംഭവിക്കേണ്ടത്, എന്തുകൊണ്ട് പാറ്റേൺ ഷിഫ്റ്റ് ആവശ്യമാണ് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം നമുക്ക് ഇതിൽ നിന്നും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തു. ആവർത്തിച്ച് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈവന്റിനെയാണ് നമ്മൾ പാറ്റേൺ എന്ന് പറയുക. അത് ഇപ്പൊ മനസ്സിലാകാം, നമ്മുടെ പെരുമാറ്റത്തിലാകാം, നമ്മുടെ ശീലം കൊണ്ടുണ്ടായ പ്രവർത്തനത്തിലാകാം, പിന്നെ ചിന്തയിലാകാം, വികാരത്തിലാകാം, ജീവിതത്തിന്റെ അനുഭവത്തിലാകാം. ഈ പറഞ്ഞതെല്ലാം ഓരോ അവബോധ തലങ്ങളാണ്. ഈ അവബോധ തലങ്ങളിലെല്ലാം തന്നെ ആവർത്തനങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അതിനെ പാറ്റേൺ എന്ന് പറയാൻ കഴിയും. അപ്പോ ഈ നമുക്കങ്ങനെ അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ആവർത്തിച്ച് അനുഭവങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദുരനുഭവങ്ങളെ എന്താ പറയാ ഒഴിവാക്കണം നമ്മൾ വിചാരിക്കുകയാണ്. നമുക്ക് ഇനി ഇങ്ങനെ ഒരു ദുരനുഭവം വേണ്ട, ചീത്ത അനുഭവം വേണ്ട, എനിക്ക് മതിയായി എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റാൻ നോക്കുന്നു. പലപ്പോഴും ഈ മാറ്റങ്ങൾ നിലനിൽക്കില്ല, നമ്മൾ വരുത്തിയ മാറ്റം നിലനിൽക്കില്ല. എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ നിലനിൽക്കാത്തത്? പലപ്പോഴും നമ്മൾ ഈ വരുത്തുന്ന മാറ്റം തൊട്ട് ബാഹ്യമായിട്ടുള്ള തിരുത്തലുകളാണ്, പെരിഫറൽ ആയിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെന്റ്സ് മാറ്റമാണ് നടത്തുക. അത് താൽക്കാലികമായിട്ടുള്ള മാറ്റങ്ങളാണ്. അത് മാറ്റുമ്പോഴും ഈ അകത്തളത്തില് ഈ പഴയ പാറ്റേണുകൾ ഉണ്ടല്ലോ, അതായത് ഇതുവരെ തുടർന്ന് വന്നിരുന്ന പാറ്റേൺ, ഈ പാറ്റേണിന്റെ സ്വാധീനം അവിടെ പിടിച്ചു വലിക്കും സുഖമായിട്ട്. ആ പാറ്റേൺ എവിടെ പോകും? ഈ പുതിയ പാറ്റേൺ, പുതിയതൊന്നും നമ്മൾ ഉണ്ടാക്കി, പക്ഷെ അത് ഒരുപാട് ആവർത്തിച്ചിട്ടില്ല. ഈ ആവർത്തനം സംഭവിക്കുന്നത് വരെയും ഈ പഴയ പാറ്റേൺ അവിടെ കിടന്ന് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതിന് കാരണം എന്ന് പറയുന്നത് ആന്തരികമായ പുനഃക്രമീകരണം എന്നുള്ള സംഭവം സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തി, ഇപ്പോ ചായ കുടിക്കുന്നത് നമ്മൾ ഒഴിവാക്കി, നാളെ ചായ കുടിക്കുന്നില്ല നമ്മൾ ചായ തീരുമാനിച്ചു കഴിഞ്ഞാലും ചായ കുടിയെ സ്വാധീനിക്കുന്ന മറ്റ് ആന്തരിക കാര്യങ്ങൾ എന്തൊക്കെയാണോ അവയിൽ പുനഃക്രമീകരണം എന്നുള്ള സംഭവം നമ്മൾ നടത്തിയിട്ടില്ല. ഇപ്പൊ ചായയെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒന്ന് ആ സർക്കാരിയൻ റിഥത്തിനോട് നമ്മൾ ചേർത്ത് വെച്ചിട്ട്, പീനിയലിനോട് ചേർത്ത് വെച്ചിട്ട് കാര്യങ്ങളെ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. നമ്മൾ ഇതിന് തത്തുല്യമായിട്ടുള്ള, നമ്മൾ ഇതിനെ മറ്റേതെങ്കിലും ഒരു ഹാബിറ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു സീക്വൻസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഹാബിറ്റുമായിട്ട്, സീക്വൻസുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹാബിറ്റ് ട്രിഗർ ചെയ്യുന്നതോടുകൂടി, അല്ലെങ്കിൽ ആ ഹാബിറ്റ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ശരീരത്തിൽ ഒരു തോന്നൽ വരുന്നതോടുകൂടി ഈ ഹാബിറ്റും തലപൊക്കും, ചായ വേണം എന്നുള്ള ടെൻഡൻസി വരും. അതുപോലെ നമ്മളിപ്പോ നമ്മുടെ ശരീരം ഏറ്റവും പീസ്ഫുൾ ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മളൊരു ഹാപ്പിനെസ് മൂഡിലേക്ക് പോകണം. ആ ഹാപ്പിനെസ് ഹോർമോൺസ് ആണ് എന്താ പറയാ, സെറോട്ടോണിൻ ഉണ്ട്. സെറോട്ടോണിൻ ലോങ് ടേമിലാണ്. നൈമിഷികമായിട്ട് വരണമെങ്കിൽ ഡോപ്പമിൻ ഉണ്ടാവണം. ആ ഡോപ്പമിൻ ചായ കുടിക്കുമ്പോൾ കിട്ടും. അപ്പൊ ഡോപ്പമിൻ ജനറേറ്റ് ചെയ്യാനായിട്ട് ശരീരം ടെൻഡ് ചെയ്യും. അപ്പോ ശരീരത്തിന് ഇതെല്ലാം ആവശ്യമാണ്. ഇത് ചായ കുടി എന്നുള്ള കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. സത്യത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഇതൊന്നുമല്ല വേണ്ടത്, ഇതൊന്നും അല്ലാതെ വേറെ ജനറേറ്റ് ചെയ്യാമെന്ന് എന്നുള്ളപ്പോ നമ്മൾ ഇതിലേക്ക് മാത്രം ഫോക്കസ്ഡ് ആവുന്ന വെച്ചാൽ നമ്മൾ ഇത് ശീലിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിനെ പുനർക്രമീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാകത്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിലേക്ക് എത്തുന്നത്, ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാകത്തിലുള്ള വേറെ കാര്യങ്ങൾ അവിടെ, സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ റൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. ശരീരത്തിൽ നാച്ചുറൽ ഡോപ്പമിൻ ഡെവലപ്പ് ചെയ്യാൻ പാകത്തിലുള്ള എന്തെങ്കിലും അവിടെ ഉണ്ടാവണം. ഇത് വേണ്ട എന്നുള്ള തീരുമാനം എടുക്കാൻ പാകത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായി അതിനൊരു തുടർച്ച വരുന്ന സമയത്ത്, അത് ആവർത്തിച്ച് വരുന്ന സമയത്ത് പാറ്റേണൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് പഴയ പാറ്റേണുകളിൽ നിന്ന് മാറാൻ കഴിയും. അപ്പോ പരിവർത്തനം എന്നുള്ളത് സ്ഥിരതയുള്ളതായിരിക്കണം. നമ്മൾ ഒരു 2 ദിവസം 3 ദിവസം നമ്മൾ അതിനു വേണ്ടി ഒന്ന് എത്തിച്ചു, 4-ാം ദിവസം നമുക്കിത് കഴിഞ്ഞില്ല, നമ്മൾ വിട്ടു, വീണ്ടും പഴയ പാറ്റേൺ അവിടെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പഴയ പാറ്റേൺ അവിടെ കിടന്ന് വർക്ക് ചെയ്യും. അത് നമ്മളെ പുറകോട്ട് വലിക്കും.
അപ്പോ മാറ്റം സംഭവിക്കേണ്ടത് യഥാർത്ഥത്തിൽ ആന്തരിക തലത്തിലാണ്, നമ്മുടെ ചിന്താവിന്യാസത്തിലാണ്. ചിന്തയില് നമുക്ക് ആ ആവർത്തനമുണ്ടല്ലോ, ചിന്തയിൽ സംഭവിക്കുന്ന ആവർത്തനമുണ്ടല്ലോ. ആവർത്തനം നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് അതിനും വിഭിന്നമായിട്ട് ഏത് ഡയറക്ഷനിലേക്കാണോ പോകേണ്ടത് ആ ഡയറക്ഷനിലേക്ക് ആ ചിന്തയെ തിരിച്ചുവിടണം. അതിൽ ചെറിയ പുതിയ ശീലങ്ങൾ വേണ്ടിവരും. അപ്പോൾ ആന്തരിക തലത്തിൽ, ചിന്താതലത്തിൽ അത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ആവർത്തന പ്രക്രിയകളിലൂടെ കടന്നു പോകണം. പിന്നെ മാറ്റം വരുത്തേണ്ടത് എവിടെയാ? നമ്മുടെ പ്രതികരണ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ആ കാര്യത്തിൽ നമ്മുടെ പെരുമാറ്റ രീതിയിൽ മാറ്റം വരണം. അതുപോലെ ശീലങ്ങളുടെ ഒരു സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ ഇപ്പൊ ചായ കുടിയാണെങ്കിൽ തന്നെ ഇപ്പോ നമ്മളൊരു പ്രത്യേക സ്ഥലത്ത് പോയിരിക്കും, എന്നിട്ട് അവിടെ പോയിരുന്നിട്ടാണ് ചായ കുടിക്കുക. ചായ കുടിക്കുന്ന സമയത്ത് നമ്മൾ മൊബൈലും പത്രവും കൂടെ കയ്യിലെടുക്കുന്നു. ഈ രീതിയിലാണ് ചായ കുടിക്കുന്നതെങ്കിൽ അതൊരു ശീലഘടനയാണ്. അവിടെ മാറ്റം വരണം. ആ സ്ട്രക്ചറൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാവണം, എന്നാലും ശീലം ഈ പാറ്റേൺ മാറും. അപ്പോൾ ജീവിതത്തിന്റെ പാറ്റേണുകളിൽ എവിടെ മാറ്റം വരുത്തുന്നത്? ആന്തരിക തലത്തിൽ ഉണ്ടാവണം, ചിന്താതലത്തിൽ ഉണ്ടാവണം, അതിന്റെ പ്രതികരണ രീതിയിൽ ഉണ്ടാവണം, അത് ശീലത്തിന്റെ ഘടനയിൽ മാറ്റം വരണം, ജീവിതത്തിന്റെ ജനറൽ കണക്റ്റഡ് ആയിട്ടുള്ള മറ്റു പാറ്റേണുകളിൽ മാറ്റം വരണം. എങ്കിലേ യഥാർത്ഥ മാറ്റം സംഭവിക്കൂ. ഇതിൽ ഏതെങ്കിലും ഒന്ന്, ചിന്തയിൽ മാത്രം മാറ്റം വരുത്തിയാൽ മാറ്റം ഉണ്ടാവില്ല, പ്രതികരണത്തിൽ മാത്രം മാറ്റം വരുത്തിയാൽ ഉണ്ടാവില്ല. ശീലത്തിന്റെ ഘടനയിൽ അവിടെ വെച്ച് നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ശീലഘടനയിൽ മാറ്റം വരുത്തിയാൽ അത് ഉണ്ടാവില്ല. ഉണ്ടാകണമെങ്കിൽ ഈ സമഗ്രമായിട്ട് ഇത് ഉണ്ടാവണം. അപ്പോ നമ്മൾ ഈ പറഞ്ഞതിലെ ആന്തരിക പുനഃക്രമീകരണം എന്നുള്ളൊരു കാര്യം, എന്താണ് ഈ ആന്തരിക പുനഃക്രമീകരണം എന്ന് പറയുന്നത്? അത് പ്രാഥമികമായിട്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ പഴയ പാറ്റേണുകളെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. നമ്മൾ ഇങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെ എനിക്ക് ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് പഴയ പാറ്റേണുകളെ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ റെക്കഗ്നൈസ് ചെയ്യുക. റെക്കഗ്നൈസ് ചെയ്യുക, അതുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവലാണ് കാര്യം. അത് തിരിച്ചറിയുന്ന സമയത്ത് നമുക്ക് ആന്തരിക വിന്യാസത്തിൽ ചെറിയ മാറ്റം വരുത്താൻ പറ്റും. അത് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ മാത്രമേ അത് സാധിക്കുള്ളൂ, ആ മാറ്റം വരുത്താൻ കഴിയും. അപ്പോ അങ്ങനെ വരുമ്പോ ഈ ആ പാറ്റേണിന് കാരണം, അല്ലെങ്കിൽ പാറ്റേൺ കാരണമായിട്ടുണ്ടാകുന്ന ശീലത്തുണ്ടല്ലോ, ആ ശീലത്തെ പുനഃവിന്യസിക്കാൻ, പുനഃസംഘടിപ്പിക്കാൻ നമുക്ക് കഴിയും. പഴയ പാറ്റേണുകളെ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ പാറ്റേൺ മാറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശീലത്തിന്റെ പുനഃസംഘാടനം നടത്തേണ്ടി വരും. പ്രതികരണത്തെ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതികരണത്തെ ഓർഗനൈസ് ചെയ്യേണ്ടി വരും. നമ്മൾ അതിനെ റീഡിഫൈൻ ചെയ്ത് ഓർഗനൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ജീവിതത്തെ, ഇതെല്ലാം ബന്ധപ്പെടുന്ന ആ ജീവിതത്തെ ഒരു പുതിയ രീതിയിൽ ക്രമീകരിക്കേണ്ടി വരും. അത് വെളിയിൽ മാറ്റം വരുത്തണം, അകത്ത് മാറ്റം വരുത്തി തുടങ്ങിയിട്ട് അത് വെളിയിലെ മാറ്റം വരെയുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യണം. നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്തണം, ശീലം കൊണ്ടു നടക്കുന്ന രീതിയിൽ അതുമായിട്ട് അനുബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളിലെല്ലാം മാറ്റം വരുത്തണം. അപ്പൊ ഈ നമ്മളിത് റെക്കഗ്നൈസ് ചെയ്താൽ തന്നെ ഇത്രയേറെ കാര്യങ്ങൾ മാറ്റം വരുത്തിയാലേ അത് മാറുകയുള്ളൂ. അപ്പൊ ഈ ആന്തരിക മാറ്റം വന്നിട്ടില്ല നിൽക്കാം. നമുക്ക് അങ്ങനെ ഒരു നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ അതിന്റെ ശീലത്തെ പുനഃക്രമീകരിച്ചിട്ടില്ല, പ്രതികരണത്തിന് പുനഃക്രമീകരിച്ചിട്ടില്ല, ഇന്റേണൽ പാറ്റേണിൽ പുനഃക്രമീകരിച്ചിട്ടില്ലെങ്കിൽ പഴയ ജീവിതം തന്നെ പോകും. വീണ്ടും സമാന അനുഭവങ്ങൾ ആവർത്തിക്കും, ഒരേ പ്രശ്നങ്ങൾ തന്നെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഞാൻ മാറി, മാറ്റത്തിൻ്റെതായിട്ടുള്ള ഒരു വഴിയിലാണ് എന്നുള്ള ഭ്രമം മാത്രം നൽകും. ഞാൻ പുതിയ വഴിയിലാണെന്നുള്ള തോന്നും, ഒരു മാറ്റം ഉണ്ടാവും. ബാഹ്യജീവിതം എപ്പോഴും സമാനമായിട്ട് തോന്നും. ഇന്റേണലി ആൻഡ് ഇന്റഗ്രേറ്റഡ് ആയിട്ട് ആ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ നമുക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല. അതായത് നമുക്ക് ഞാൻ മാറി, ഞാൻ പുതിയ രീതിയിലാണെന്നുള്ള ഭ്രമം ഉണ്ടാവും. ഞാൻ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കി ആ വഴിയിലാണ് പോകുന്നുള്ള ഭ്രമം ഉണ്ടാവും. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ തന്നെ ഉണ്ടാവും. അവിടെയാണ് ഈ പാറ്റേൺ ഷിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന്റെ ആവശ്യം വരുന്നത്. പാറ്റേൺ ഷിഫ്റ്റ് ആവശ്യമായിട്ട്, അല്ലെങ്കിൽ പാറ്റേൺ ഷിഫ്റ്റ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പുതിയ വഴിയിലേക്കുള്ള തിരിയലുണ്ടല്ലോ, അത് സ്ഥിരമായി കൊണ്ടുപോകുന്നു, സ്ഥിരമായി കൺസിസ്റ്റന്റ് ആയി കൊണ്ടുപോകുന്നു, സ്ഥിരമായ പരിവർത്തനം. ഇതിൽ ഇന്റേണലി എക്സ്റ്റേണലി എന്നുള്ള വ്യത്യാസമില്ല. അത് ജീവിതത്തെ കംപ്ലീറ്റ് ആയിട്ട് റീഓർഗനൈസ് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് റീഓർഗനൈസ് ചെയ്യും. പിന്നെ പുതിയ പ്രതികരണ രീതികൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. പുതിയ അനുഭവങ്ങൾ ഉണ്ടല്ലോ, ആ അനുഭവങ്ങളെ, അതിന്റെ പോസിബിലിറ്റീസിനെ നമ്മൾ ഡിസൈൻ ചെയ്യും.
എവിടെയാണ് ആത്മപരിഷ്കരണത്തിന്റെ അടിത്തറ ഉണ്ടാവുന്നത്? അതായത് ഞാൻ ഇതുവരെ പോയിരുന്നൊരവസ്ഥയിൽ എന്റെ ആത്മത്തെ ഞാൻ തിരിച്ചറിഞ്ഞൊരവസ്ഥയിൽ എന്റെ ജീവിതത്തെ ശുഭകരമായി കൊണ്ടുപോകുവാന് ഉള്ള പരിശ്രമത്തിന്റെ ഒരവസ്ഥയിൽ ഞാൻ ഇതുവരെ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ ഇവിടെ മുതൽ ഞാൻ എന്റെ ആത്മപരിഷ്കരണം നടത്തുന്നു. ഞാൻ ആത്മയാനത്തിലൂടെ യാത്ര ചെയ്യുന്നു. ആ യാത്രയിലൂടെ കടന്നു പോകുന്ന സമയത്ത് എനിക്ക് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്, റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്, ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള അകത്തും പുറത്തും വശത്തുമുള്ള ഒരുതരം പുനഃക്രമീകരണമാണ് വേണ്ടത്. ഞാൻ എന്റെ അകത്തിനോടും പുറത്തിനോടും പുതിയ രീതിയിൽ പ്രതികരിക്കണം, പ്രതിനില കൊള്ളണം. പഴയ രീതിയിൽ തന്നെ പോയാൽ ശരിയാവില്ല. മാത്രമല്ല, ഞാൻ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് എന്റെ അനുഭവങ്ങളിൽ മാറ്റമുണ്ടല്ലോ, ആ പുതിയ അനുഭവങ്ങളെ ഞാൻ എക്സ്പെക്ട് ചെയ്യണം. പുതിയ അനുഭവങ്ങളെ എക്സ്പെക്ട് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതെല്ലാം കൂടെ ആകുന്ന സമയത്താണ് പാറ്റേൺ ഷിഫ്റ്റ് എന്നുള്ള സംഭവം വർക്ക് ചെയ്യുക. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് വരും ദിവസങ്ങൾക്ക് മനസ്സിലാക്കാം. എന്തുകൊണ്ടാലും പാറ്റേൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത് റീ ഓർഡർ ചെയ്യും. നമ്മുടെ അകത്തുള്ള ആ ഒരു സംഭവത്തെ റീ ഓർഡർ ചെയ്യും. അത് നിലനിൽക്കുന്ന ലൈഫ് ചേഞ്ച് ആയിരിക്കും, നീണ്ടു നിലനിൽക്കുന്ന ലൈഫ് ചേഞ്ച് ആയിരിക്കും. അതിലേക്ക് കൊണ്ടുപോകാനാണ് പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ എന്നുള്ളത് ഒരു പ്രോസസ് നമ്മൾ ചെയ്യുന്നത്. അതായത് പാറ്റേൺ എന്താണെന്ന് മനസ്സിലായി, നമ്മുടെ ആവർത്തിച്ചുള്ള ജീവിതാനുഭവങ്ങളെയാണ് പാറ്റേൺ എന്ന് പറയുക. അതിന് ചിന്തകൾ, പെരുമാറ്റങ്ങൾ, മറ്റ് ശീലങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു ഘടനകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതാണ് പാറ്റേൺ. ഈ പാറ്റേണിനെ പുതിയ പാറ്റേണിലേക്ക് കൊണ്ടുപോയാലാണ് നമുക്ക് ജീവിതത്തിൽ ശുഭകരമായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുകയെങ്കിൽ ഈ പഴയ രീതിയിൽ നിന്ന് പുതിയ രീതിയിലേക്ക് ഒരു ഷിഫ്റ്റ് ആവശ്യമാണ്, പാറ്റേൺ ഷിഫ്റ്റ് ആവശ്യമാണ്. ആ പാറ്റേൺ ഷിഫ്റ്റ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അതിലേക്കുള്ള വഴികൾ ഇനി വരും ദിവസങ്ങൾക്ക് സംസാരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പാറ്റേൺ ഉണ്ടാവുമല്ലോ, ആ പാറ്റേൺ എന്താണ് അത് നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. എന്താണ്? ഒരു പാറ്റേൺ ആയിരിക്കില്ല, ഒരു പാറ്റേൺ ആയിട്ട് നിൽക്കുകയില്ല, ഒരുപാട് പാറ്റേണുകൾ ഉണ്ടാവും. ആ പാറ്റേണുകളൊക്കെ എന്തൊക്കെയാണെന്ന് ഒന്ന് ചിന്തിക്കുക, അതൊന്ന് ലിസ്റ്റ് ചെയ്യുക. ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഈ പാറ്റേണുകളെ മാറ്റേണ്ടതുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക. പാറ്റേൺ ഷിഫ്റ്റ് ആവശ്യമാണെങ്കിൽ ഈ പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോളിലൂടെ നമ്മൾ കടന്നു പോകണം. ആത്മജ്ഞാനത്തിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പാറ്റേൺ ഷിഫ്റ്റ് വേണ്ടി വരും. ഞാൻ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് പറയുന്നവർ, അവർക്ക് ഇതിന്റെ ആവശ്യമില്ല. അവർ ഓൾറെഡി ദേ ആർ സെറ്റ്, അവർക്ക് ആ വഴി പോവാം. ഓക്കെ, അപ്പോ പരിശോധിക്കുക നിങ്ങളുടെ ഉള്ളിലെ പാറ്റേൺ ഷിഫ്റ്റിന്റെ ആവശ്യകതയെ കുറിച്ച്. അതുമായിട്ട് നാളെ വരിക. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.